നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു കണ്ണങ്കര. പ്രധാന വാർത്തകൾ. കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസിലെ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ കൊച്ചിയിലെ NIA കോടതി വിധിച്ചു. ട്രെയിൻ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുന്നു. നിലവിലുള്ളതിന്റെ 3% വർധനമാണ് വരുത്തുക. റാന്നിയുടെ മുത്തശ്ശി ചിന്നമ്മു വിടവാങ്ങിയത് തന്റെ 125-ാം വയസ്സിൽ. വേഗപ്പൂട്ട് ഘടിപ്പിക്കുന്നതിനുള്ള സമയപരിധി കഴിഞ്ഞു. ശനിയാഴ്ച മുതൽ പരിശോധന കർശനം. വാർത്തകൾ വിശദമായി. കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസിലെ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ കൊച്ചിയിലെ NIA കോടതി വിധിച്ചു. എല്ലാവർക്കും 50,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി ശിക്ഷ അനുവദിക്കണം. സർഫറാസ്, നവാസ്, അബ്ദുൾ ജബ്ബാർ, സാബിർ P. ബുഹാരി എന്നിവർക്കാണ് നസീറിനെ കൂടാതെ ഇരട്ട ജീവപര്യന്തം വിധിച്ചത്. രാജ്യത്തോട് യുദ്ധം ചെയ്ത പ്രതികളോട് കരുണ അരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. തടിയന്റെ വീട് നസീർ അടക്കം 13 പേർ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു. വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ ആർക്കും വധശിക്ഷ വിധിച്ചിട്ടില്ല. 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. 2006-2008 കാലയളവിൽ കേരളത്തിൽ നിന്നുള്ള യുവാക്കളെ തീവ്രവാദ പരിശീലനത്തിനായിട്ട് റിക്രൂട്ട് ചെയ്തു എന്നതാണ് കേസ്. ട്രെയിൻ യാത്രാ നിരക്ക് 3% വർദ്ധിപ്പിക്കുന്നു. തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന. ട്രെയിൻ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന FSCയുടെ നിർദ്ദേശം പരിഗണിച്ചാണ് നിരക്ക് വർധന. ഈ നിർദ്ദേശം പരിശോധിച്ചു വരികയാണെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു. റെയിൽവേക്ക് 1200 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നും അത് പരിഹരിക്കുവാനുമാണ് നിരക്ക് വർധനവെന്നും വകുപ്പ് മന്ത്രി പറഞ്ഞു. ദേശീയ മത്സ്യത്തൊഴിലാളി ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം അർഹരായ ഭവനരഹിത മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലയിൽ സ്ഥിര താമസക്കാരും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗത്വമുള്ളവരുമായിരിക്കണം അപേക്ഷകർ. 18-നും 60-നും മധ്യ വിവാഹിതരും സ്വന്തം പേരിലോ ഭാര്യയുടെ പേരിലോ ഭൂമിയുള്ളവരുമായിരിക്കണം. അപേക്ഷ 21-ന് വൈകിട്ട് 5-ന് മുമ്പായി പത്തനംതിട്ട മേലേൽ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിൽ ലഭിക്കണം. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. റാന്നിയുടെ മുത്തശ്ശി വിട പറഞ്ഞു. 125 വർഷം ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ച ചിന്നമ്മു മുത്തശ്ശി വിട വാങ്ങിയതാവട്ടെ അവരുടെ അന്ത്യനാളുകളിൽ നാടിന്റെ ഏറെ ആദരവും സ്നേഹ സമ്മാനങ്ങളും സ്വീകരിച്ച ശേഷമാണ്. വെള്ളിയാഴ്ച രാവിലെ 4:30 ആയിരുന്നു മുത്തശ്ശിയുടെ അന്ത്യം. നാം നേടിയതെല്ലാം വ്യർത്ഥമെന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ വാർദ്ധക്യത്തിന്റെ മുഖം ഒരു ഓർമ്മയായി. റാന്നിയുടെ സ്വന്തം ചിന്നമ്മ മുത്തശ്ശി. സങ്കടങ്ങളും വേദനകളും ആരോടും പങ്കിടാതെ അനിവാര്യമായ ആ സത്യത്തിനു മുന്നിൽ അവർ കീഴടങ്ങി. ഇന്ന് വെളുപ്പിന് 4:30 കൊച്ചുമകനായ ഓമനക്കുട്ടന്റെ വീട്ടിലായിരുന്നു അന്ത്യം. വാർദ്ധക്യത്തിന്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും സംരക്ഷിക്കുവാൻ ബാധ്യതപ്പെട്ട സമൂഹം അവരെ ഏറ്റെടുത്ത് 2 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴായിരുന്നു ചിന്നമ്മ മുത്തശ്ശി നമ്മോട് വിട പറഞ്ഞത്. ഇനി ഓരോ വയോജന ദിനവും വന്നണയുമ്പോൾ കാർമേഘം പുതപ്പണിഞ്ഞു നിന്ന 2013 ഒക്ടോബർ 4-ാം തീയതിയിലെ ആ നനഞ്ഞ പ്രഭാതവും നാം ഓർക്കും. ചിലപ്പോൾ ഓർക്കാതിരിക്കാം. കാലത്തിന്റെ തിരുശേഷിപ്പുകളിൽ ഇനിയും വരും തലമുറ ഒരുപക്ഷെ ഇങ്ങനെ വായിച്ചേക്കാം. 125 വർഷം ജീവിച്ചിരുന്ന വ്യക്തി. ചിന്നമ്മു, പുല്ലാട്ടുവീട്, 4 സെന്റ് കോളനി, മന്ദിരം, റാന്നി. ഇക്കഴിഞ്ഞ ഒക്ടോബർ 1-ന് ലോക വയോജന ദിനത്തിൽ ഈ മുത്തശ്ശിക്ക് നേരെ സ്വാതന്ത്ര്യത്തിന്റെയും സഹായങ്ങളുടെയും നിരവധി ഹസ്തങ്ങൾ നീണ്ടു. അതിനൊക്കെ ചുക്കാൻ പിടിക്കുവാൻ രാജു എബ്രഹാം MLAയും റാന്നി ബ്ലോക്ക് പടി കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും ഉണ്ടായിരുന്നു. അവരുടെയും സുമനസ്സുകളുടെയും മുഖത്തേക്ക് ഒരു ആർദ്ര നോട്ടം പോലും പായിക്കുവാൻ കഴിയാത്തവണ്ണം ചിന്നമ്മ മുത്തശ്ശി തീരെ അവശതയിലായിരുന്നു ആ സമയങ്ങളിൽ. മുത്തശ്ശിയുടെ മരണവാർത്തയറിഞ്ഞ് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തി. 5 തലമുറകളിലായി 100ഓളം കുടുംബാംഗങ്ങളുടെ
ഈ വംശവൃക്ഷവും അങ്ങനെ അവസാനം കടപുഴകി. സിറ്റി ന്യൂസ്, റാന്നി. സ്വകാര്യ ബസ്സുകളിൽ വേഗപ്പൂട്ട് ഘടിപ്പിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നൽകിയ സമയപരിധി കഴിഞ്ഞു. വേഗപ്പൂട്ട് ഘടിപ്പിക്കാത്ത ബസ്സുകളുടെ പരിശോധനയും എങ്ങും കാര്യമായി തുടങ്ങിയിട്ടില്ല. ശനിയാഴ്ച മുതൽ പരിശോധന കർശനമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. സ്വകാര്യ ബസ്സുകളിൽ വേഗപ്പൂട്ട് ഘടിപ്പിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നൽകിയ സമയപരിധി കഴിഞ്ഞിട്ടും ഇവ ഘടിപ്പിക്കാത്ത ബസ്സുകൾ പരിശോധിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ശനിയാഴ്ച മുതൽ വാഹന പരിശോധന കർശനമാക്കുമെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ജില്ലയിൽ സർവീസ് നടത്തുന്നത് 491 സ്വകാര്യ ബസ്സുകളാണ്. ഇത്രയും ബസ്സുകളിൽ നാമമാത്രമായ ബസ്സുകളിലാണ് പരിശോധന നടത്തിയിട്ടുള്ളതെന്നറിയുന്നു. റാന്നി ജോയിന്റ് ആർടിഒയുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ പരിശോധന തുടങ്ങിയിട്ടില്ല എന്ന് വേണം പറയുവാൻ. റാന്നി വടശ്ശേരിക്കര റൂട്ടിൽ പരിശോധന നടത്തിയപ്പോൾ വേഗപ്പൂട്ട് ഘടിപ്പിക്കാത്ത 4 ടിപ്പറുകളിൽ നിന്നും പിഴ ഈടാക്കിയിരുന്നു. റാന്നിയിലെ ചില സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് ജോയിന്റ് ആർടിഒ ഓഫീസിൽ സീൽ ചെയ്യിക്കുവാനെത്തിയത്. ബസ്സുകൾ സീൽ ചെയ്യുവാനുള്ള അവസാനം 4-ാം തീയതി കൊണ്ട് അവസാനിച്ചു. ശനിയാഴ്ച മുതൽ വേഗപ്പൂട്ട് ഘടിപ്പിക്കാത്ത ബസ്സുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കുവാനും 7-ാം തീയതി മുതൽ പിടിച്ചെടുക്കുവാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതേസമയം വേഗപ്പൂട്ട് ആവശ്യത്തിന് ലഭിക്കാത്തതിനാൽ സമയപരിധി നീട്ടണമെന്നാണ് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. പത്തനംതിട്ട ജില്ലാ ഗണിതശാസ്ത്ര അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപജില്ലാതല ഗണിതശാസ്ത്ര ക്വിസ് 7-ന് നടക്കും. 10 മണിക്ക് LP വിഭാഗവും 11:30 UP വിഭാഗവും 1:30 ഹൈസ്കൂൾ വിഭാഗവും 2:30 ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ മത്സരങ്ങൾ നടക്കും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ 100 ദിനം തൊഴിൽ പൂർത്തിയാക്കിയ കുടുംബശ്രീ പ്രവർത്തകർക്കുള്ള ഓണക്കോടിക്കുള്ള തുകയുടെ ചെക്കുകൾ വിതരണം ചെയ്തു. 235 തൊഴിലാളികൾക്ക് 400 രൂപ വീതമാണ് വിതരണം ചെയ്തത്. പഴവങ്ങാടി പഞ്ചായത്തിലെ 100 ദിവസം തൊഴിൽ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണക്കോടി വാങ്ങാനുള്ള തുകയുടെ ചെക്ക് വിതരണം നടന്നു. 235 തൊഴിലാളികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. 400 രൂപയുടെ ചെക്കാണ് ഓരോ തൊഴിലാളിക്കും ലഭിച്ചത്. ചെക്കുകളുടെ വിതരണ ഉദ്ഘാടനം പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ നിർവഹിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ സഹോദരിമാരൊക്കെ തന്നെ വളരെയധികം സേവനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൽകുന്നുണ്ട്. പല പ്രദേശങ്ങളിലും കുഴികൾ, അതുപോലെ തന്നെ വേസ്റ്റ് കുഴികൾ, അതുപോലെ തന്നെ വസ്തുക്കളിലെ കാടുകളൊക്കെ വൃത്തിയാക്കുക, അതുപോലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നതുണ്ട്. എന്നാൽ കുറച്ച് ആളുകൾക്ക് പരാതികളുമുണ്ട്. എന്നാൽ ആ പരാതികളൊക്കെ പരിഹരിച്ച് നമ്മൾ വീട്ടുകാരുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ അവർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ മീറ്റിങ്ങുകളിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികളാണ് ഓരോ പ്രദേശത്ത് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമുള്ള സഹോദരിമാരുടെ ഭാഗത്തു നിന്നും മെയ്റ്റുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. തോമസ് ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ഓണപ്പടവ് വാങ്ങുന്നതിന് വേണ്ടി 400 രൂപ ഗവൺമെന്റ് നൽകുകയുണ്ടായി. എന്നാൽ ഓണം കഴിഞ്ഞു എന്നിരുന്നാൽ തന്നെയും നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പോഴാണ് അത് കൊടുക്കുവാനായിട്ട് സാധിച്ചത്. നമുക്കറിയാം 400 രൂപ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും 400 രൂപയുടെ എല്ലാം അതിൽ കൂടുതലുള്ളവർ വാങ്ങിക്കുന്നവർ കാണും, ചിലപ്പോൾ അതിൽ കുറച്ച് വാങ്ങിക്കുന്നവർ കാണും. അത് എല്ലാവർക്കും സാരി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് സംഗതിയാണ്. അതുകൊണ്ടാണ് 400 രൂപയുടെ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരവർക്ക് ഇഷ്ടമുള്ള സാരി വാങ്ങുകയോ എന്ന് പറഞ്ഞാൽ ചെയ്യാം. സാരി വാങ്ങാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജു വളഞ്ഞന്തുരത്തിൽ, ജോർജ് ഫിലിപ്പ്, മോൻസി ഇടുക്കള, റൂബി കോശി, ലാലു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. 400 രൂപ വിലയുള്ള സാരി വാങ്ങുവാനാണ് ഈ പണം ഉപയോഗിക്കേണ്ടത്. പഴവങ്ങാടി പഞ്ചായത്തിലെ 235 പേർക്കാണ് ഇന്ന് ചെക്ക് വിതരണം ചെയ്യുന്നത്. അതിൽ 5 പേർക്ക് പത്തനംതിട്ടയിൽ വെച്ച് ചെക്ക് വിതരണം ചെയ്തു. ഒരാൾ പുരുഷനാണ്. ബാക്കിയുള്ള 229 പേർക്കാണ് ഇന്ന് പ്രസിഡന്റ് ചെക്ക് വിതരണം ചെയ്യുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. ഐഡിയ സെല്ലുലാർ 3G ഇനി മുതൽ റാന്നിയിലും പരിസര പ്രദേശങ്ങളിലും ലഭ്യമായി. റാന്നിയിലെ 3G ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടനം പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ നിർവഹിച്ചു.
ഐഡിയ സെല്ലുലാർ കമ്പനിയുടെ റാന്നിയിലെ 3G ലോഞ്ചിംഗ് ഇട്ടിയപ്പാറയിൽ നടന്നു. പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഐഡിയയുടെ 3G കവറേജ് ഇവിടെ ലഭ്യമാവുകയാണ് ഇന്ന് മുതൽ. നമുക്കെല്ലാവർക്കും അറിയുന്ന ലോകം മുഴുവനും വിവരശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എത്ര വിദേശത്തായുള്ള ആളുകളെ നേരിട്ട് കണ്ട് സംസാരിക്കുവാൻ ഇന്ന് സാഹചര്യം ഒത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ മുതൽ വലിയ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇന്ന് പാഠ്യവിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസ്സി അലക്സ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. നമുക്കറിയാം, ലോകം ഇന്ന് അതിവേഗം കുതിച്ചുയരുന്നു. വിരൽത്തുമ്പിലാണ്. എന്ത് കാണാനും എന്തും അനുഭവിക്കാനും എല്ലാമുള്ള ഒരു അവസരമായിട്ട് ലോകം വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തെ വിജ്ഞാനത്തിൻ്റെ ഈ ലോകം അനുഭവേദ്യമാക്കുവാൻ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ എല്ലാവർക്കും അവസരം ഒരുക്കി തന്ന നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇത് ഏറ്റവും നല്ലതായിട്ട് ജഗദീശ്വരൻ ഈ സംരംഭത്തെ ഏറ്റവും നല്ലതായിട്ട് അനുഗ്രഹിച്ച് എല്ലാവിധ ഐശ്വര്യങ്ങളും ഇതിന് ഉണ്ടാകട്ടെ എന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോൺ എബ്രഹാം വീഡിയോ കോളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റാന്നിയെപ്പോലുള്ള ഒരു ചെറിയ പ്രദേശത്തും ജനങ്ങളുടെ ചിന്തകൾക്കും താല്പര്യങ്ങൾക്കും മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റൊക്കെ കേട്ടുകേൾവിയില്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്നും സാധാരണക്കാരായ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഇന്റർനെറ്റും മൊബൈൽ ഫോണും വീഡിയോ ചോക്കിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് അത്യന്താപേക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഐഡിയ 3G നെറ്റ് സെറ്റർ ആദ്യ വിൽപ്പന ഏരിയ സെയിൽസ് മാനേജർ സുധീർ നിർവഹിച്ചു. ഇവിടെ പല കസ്റ്റമേഴ്സുമുണ്ട്. ISD കോൾ വിളിക്കുന്നതിനും ഇതിനുമായിട്ട് സാധാരണ നിലയ്ക്ക് ഫോൺ വഴി, അതായത് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റാതെ സാധാരണ നിലയ്ക്ക് വിളിച്ചു മാത്രമാണ് സംസാരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഐഡിയ സോണൽ മാനേജർ ഷൈജൻ, മാർക്കറ്റിംഗ് മാനേജർ റോക്കി, ഏരിയ സെയിൽസ് എക്സിക്യൂട്ടീവ് വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ലോകം ഇന്ന് നമ്മുടെ കൈകളിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ഇന്ന് വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിന്റെ ഈ പ്രദേശത്തെ 3G സേവനം ആദ്യമായിട്ട് കൊടുക്കുന്നത് ഐഡിയ സെല്ലാറാണെന്ന കാര്യം സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയിക്കുകയാണ്. വളരെ നാളത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഇത് നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ടും ഈ നാട്ടുകാർക്ക് വേണ്ടി ഇത് സമർപ്പിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. 2G സ്പീഡ് മാത്രമായിരുന്നു കഴിഞ്ഞ നാളുകളൊക്കെ ഇവിടെ ലഭിക്കുമായിരുന്നത്. എന്നാൽ ഇന്ന് 3Gയുടെ സേവനം റാന്നിയിൽ കടന്നു വന്നിരിക്കുകയാണ്. 3G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ കൂടെയും കമ്പ്യൂട്ടറിൽ കൂടെയൊക്കെയും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള ഒരു അവസരമാണ് 3Gയിൽ കൂടെ ലഭിക്കുന്നുള്ള കാര്യം ഞാനിവിടെ സന്തോഷത്തോടെ ഓർമ്മിക്കുകയാണ്. ഐഡിയ 3G സംവിധാനം നിലവിൽ വന്നതോടെ ബഫറിംഗ് ഇല്ലാതെ ഇന്റർനെറ്റിലെ HD വീഡിയോ ദൃശ്യങ്ങൾ പോലും ലഭ്യമാവുമെന്നും വീഡിയോ കോൾ, ഹൈസ്പീഡ് ഇന്റർനെറ്റ്, ലൈവ് TV തുടങ്ങിയ സൗകര്യങ്ങൾ ഇനി റാന്നിക്കാർക്കും സ്വന്തമാവുമെന്നും കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. ജില്ലയിലെ LD ടൈപ്പിസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന്റെ യോഗം 6-ാം തീയതി 2 മണിക്ക് അടൂർ ശ്രീ ഗണേഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കേരള വിധവ വെൽഫെയർ സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റാന്നി ആനത്തടത്തിൽ വിധവാ സംഗമം നടന്നു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള വിധവ വെൽഫെയർ സംഘം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിധവാ ദിനത്തിൽ വിധവാ സംഗമം നടന്നു. റാന്നി ആനത്തറ അംഗൻവാടിയിൽ നടന്ന സംഗമം പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പഴവങ്ങാടി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും വിധവകളായിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ക്ഷേമ പെൻഷനുകൾക്ക് വാർഡ് മെമ്പർമാര് വീടിന് നേതൃത്വം നൽകിയതിന് എല്ലാവർക്കും പെൻഷനുകൾ കിട്ടുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. കാരണം ഒരു കഴിഞ്ഞ 2 മാസം വരെയുള്ള എല്ലാ പെൻഷനുകളും നമ്മൾ ഗവൺമെന്റിലേക്ക് അയച്ച് അതിന് ഓണത്തിന് അവർക്ക് പെൻഷനുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിധവാ പെൻഷൻ, അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷനുകൾ
കർഷക തൊഴിലാളി പെൻഷനുകൾ, അങ്ങനെ എല്ലാ ക്ഷേമ പെൻഷനുകളും പഴവങ്ങാടി പഞ്ചായത്ത് നല്ല രീതിയിൽ അവയുടെ പ്രവർത്തനങ്ങൾ നടത്തി ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം, ക്ഷേമ പെൻഷനുകൾ വിധവകളായിട്ടുള്ള അമ്മമാർക്ക് അവരുടെ പെൺമക്കളെ കെട്ടിക്കുന്നതിന് ഗവൺമെന്റ് ധനസഹായം നൽകുന്നുണ്ട്. അതും നമ്മുടെ പഞ്ചായത്ത് നൽകി വരുന്നുണ്ട്. സതി എന്ന ദുരാചാരം നിർത്തലാക്കിയ രാജാറാം മോഹൻ റോയിയുടെ ജന്മദിനമാണ് വിധവാ ദിനമായി ആചരിക്കുന്നത്. KVWS സംസ്ഥാന ചെയർമാൻ ചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. 2010 ഒക്ടോബറിൽ കേരള തൊഴിൽ വകുപ്പ് സാമൂഹ്യക്ഷേമ മന്ത്രിയായി ഞാൻ സംസാരിച്ച് മെമ്മോറാണ്ടം കൊടുത്തപ്പോ അവിടെ അദ്ദേഹത്തിന്റെ സാമൂഹ്യക്ഷേമ ഡയറക്ടർ ശ്രീ CT ആന്റണി IAS പറഞ്ഞു, 6000 രൂപയ്ക്കുള്ള വരുമാനമുള്ളവർക്ക് പെൻഷൻ തരാൻ കഴിയില്ല. ഒരു കൊല്ലം 6000 രൂപ വരുമാനമുള്ള വിധവയ്ക്ക് പെൻഷൻ തന്നുകൂടാ എന്നാണ്. എന്നാൽ അതെതിരായി ശ്രീ സാമൂഹ്യക്ഷേമ ബോർഡിന്റെ, ഇന്നത്തെ സാമൂഹ്യ നീതി ബോർഡിന്റെ വർക്കിംഗ് ഗ്രൂപ്പിൽ 3 പ്രാവശ്യമാണ് സംഘടനാ പ്രതിനിധികൾ വിളിച്ചത്. ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കാര്യകാരണ സഹിതം എന്തുകൊണ്ട് പെൻഷൻ വേണം, എന്തുകൊണ്ടാണ് വിധവയ്ക്ക് പെൻഷൻ നൽകേണ്ടത്, ഈ വരുമാന പരിധി ഉയർത്തേണ്ടതെന്ന് ബോധ്യപ്പെടുത്തുന്ന ഫലമായി 17/11/2010 സാമൂഹ്യക്ഷേമ വകുപ്പ് ഉത്തരവിറക്കി. ഇനി മുതൽ പഞ്ചായത്തുകളിൽ 20,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്ക് പെൻഷൻ കൊടുക്കാനും മുനിസിപ്പാലിറ്റികളിൽ 24,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്ക് പെൻഷൻ കൊടുക്കാൻ 17/11/2010 സർക്കാരിനെ കൊണ്ട് 40 കൊല്ലത്തിന് ശേഷം ഒരു ഉത്തരവിറക്കി. ICDS ഓഫീസർ ലളിത, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി രാജീവ്, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് അംഗം ജോൺ എബ്രഹാം തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. വിവാഹ വാർഷികം. 1ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന റാന്നി ഈട്ടിച്ചുവട് കടപുഴ തേനാലിൽ വിനോദ് T. തോമസും IV സൂസൻ വർഗീസും. ശനിയാഴ്ച നടക്കുന്ന കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്റഗറി പരീക്ഷയ്ക്ക് കാരവേലി SNDP സ്കൂൾ പരീക്ഷാ കേന്ദ്രമായി അനുവദിച്ചിട്ടുള്ള രജിസ്റ്റർ നമ്പർ 627091 മുതൽ 627370 വരെയുള്ളവർ കോഴഞ്ചേരി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പരീക്ഷയ്ക്ക് ഹാജരാകണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിക്കുന്നു. 12ാം ചരമവാർഷികം. റാന്നി വളയനാട്ട് VP തോമസ് പരേതന്റെ നിത്യശാന്തിക്കായി റാന്നി വലിയ പള്ളിയിൽ നാളെ രാവിലെ വിശുദ്ധ മൂന്നുമേൽ കുർബാനയും ദുആ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസിലെ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ കൊച്ചിയിലെ NIA കോടതി വിധിച്ചു. ട്രെയിൻ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. നിലവിലുള്ളതിന്റെ 3% വർധനമാണ് വരുത്തുക. റാന്നിയുടെ മുത്തശ്ശി ചിന്നമ്മു വിടവാങ്ങിയത് തന്റെ 125ാം വയസ്സിൽ. വേഗപ്പൂട്ട് ഘടിപ്പിക്കുന്നതിനുള്ള സമയപരിധി കഴിഞ്ഞു. ശനിയാഴ്ച മുതൽ പരിശോധന കർശനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.